പിതാവിനും പുത്രനും പരിശുദ്ധർഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. രക്ഷകന്റെ ജനനത്തിന് മുന്നോടിയായ അറിയിപ്പുകളെക്കുറിച്ച് ധ്യാനിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് തിരുസഭ കടന്നു പോകുന്നത്. ക്രിസ്തുവിന് മുന്നോടിയായി വന്ന യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പിന് ശേഷം പരിശുദ്ധ കന്യക മറിയാമിന് ഉണ്ടായ അറിയിപ്പിനെ ധ്യാനിക്കുന്ന ഞായറാഴ്ചയാണ് നവംബർ മാസം 23-ാം തീയതി ഞായറാഴ്ച. അതിന് ആധാരമായി സഭ നിശ്ചയിച്ചിരിക്കുന്ന എവൻഗേലിയൻ ഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. ആഗമന കാലഘട്ടത്തിലെ വളരെ ശ്രദ്ധേയമായ വേദഭാഗമാണിത്. അതുപോലെ ഇത് വിശുദ്ധനായ ലൂക്കോസ് മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വിവരണമാണ്. ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൻ്റെ ഉള്ളറ തുറക്കുന്ന സംഭവമായി ഇതിനെ കാണാം. ഈ ഞായറാഴ്ചത്തെ ധ്യാന വിഷയം ദൈവഹിതം ആകുവാനുള്ള സന്നദ്ധത, വില്ലിങ്നെസ് ടു ബി വിൽ ഓഫ് ഗോഡ് എന്നതാണ്. മനോഹരമായ ഒരു ഇംഗ്ലീഷ് കവിതയുണ്ട്, ഹോം ദേ ബോട്ട് ഹെർ വാരിയർ ഡെഡ് എന്നതാണ് ആ കവിത. ഈ കവിത ആരംഭിക്കുന്നതും ഇതേ വാചകത്തിലൂടെയാണ്, ഹോം ദേ ബോട്ട് ഹെർ വാരിയർ ഡെഡ്. ഇതിൻ്റെ രചയിതാവ് ലോർഡ് ആൽഫ്രഡ് ടെന്നീസനാണ്. ഒരു യുവതിയുടെ ഭർത്താവ് പെട്ടെന്ന് മരിക്കുകയാണ്. അദ്ദേഹം ഒരു പടയാളിയാണ്. അദ്ദേഹം മരണപ്പെടുന്നത് പടക്കളത്തിൽ വെച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. ഭൗതിക ശരീരത്തിൻ്റെ മുൻപിൽ ഇരിക്കുമ്പോൾ അവൾക്ക് യാതൊരു ചലനവും ഉണ്ടായില്ല. ആ കവിതയുടെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഷീ മസ്റ്റ് വീപ്പ് ഓർ ഷീ വിൽ ഡൈ. അവൾ കരയണം, അല്ലെങ്കിൽ അവൾ മരിക്കും. പല വിധത്തിൽ അവളെ കരയിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരു ശില പോലെ അവൾ ഇരിക്കുകയാണ്. ഒടുവിൽ ഒരാൾ അവളുടെ പിഞ്ചു കുഞ്ഞിനെ അവളുടെ മടിയിൽ കൊണ്ടിരുത്തി. അപ്പോൾ അവൾ പൊട്ടിക്കരയുകയാണ്. അതികഠിനമായ ദുഃഖം, വേദന പലപ്പോഴും നമ്മെ ശിലകളായി മാറ്റും. അപാരമായ വേദനയുടെ നടുവിൽ പലപ്പോഴും നാം നിശബ്ദരായി മാറും. വിശുദ്ധ കന്യക മറിയാം നിശബ്ദതയിലേക്ക് പോകാമായിരിക്കുന്ന അനുഭവത്തിലേക്കാണ് നയിക്കപ്പെടുന്നത്. വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ് അവൾ. ഭർത്താവ് അറിയാതെ ഗർഭിണിയായി എന്നറിഞ്ഞാൽ വരാമായിരിക്കുന്ന ഭവിഷ്യത്തുകൾ എന്താണ് എന്ന് നമുക്കറിയാം. അവൾ വേട്ടയാടപ്പെടും. സമൂഹം അവളെ നിന്ദിക്കും. വിവാഹം കഴിക്കുന്ന പുരുഷൻ പരസ്യമായി പരാതി പറയും. അവൾ പാപിനി എന്ന മുദ്ര കുത്തും. അതിൻ്റെ ശിക്ഷയായി അവളെ കല്ലെറിഞ്ഞ് കൊല്ലുക തന്നെ ചെയ്യും. ശിലയായി തീരാമായിരുന്ന ഒരു ജീവിത അനുഭവം. അതിൻ്റെ മധ്യത്തിൽ പരിശുദ്ധ കന്യക മറിയാമിന് ലഭിച്ച ദൈവത്തിൻ്റെ അരുളപ്പാടിനെക്കുറിച്ച്, ദർശനത്തെക്കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. 3 ചിന്തകൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. 1, ദൈവിക ദർശനം അതിരുകളിൽ വിസ്മയം തീർക്കുന്നതാണ്. ദൈവിക ദർശനം അതിരുകളിൽ വിസ്മയം തീർക്കുന്നതാണ്. മറിയം തികച്ചും സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയാണ്. അസാധാരണമായ അവകാശവാദങ്ങളൊന്നും അവൾക്ക് പറയുവാനില്ല. കുടുംബ പശ്ചാത്തലം പോലും അജ്ഞാതമാണ്. അവൾ പാർക്കുന്നത് നസ്രയത്തിലാണ്. നസ്രയത്തിനും വലിയ കഥകളൊന്നും പറയുവാനില്ല. വിജാതീയരും സങ്കരവർഗക്കാരും പാർക്കുന്ന ഗലീല പട്ടണത്തിൻ്റെ ഭാഗമാണ് നസ്രയത്ത്. അവിടെ നിന്ന് നന്മയൊന്നും ഉത്ഭവിക്കുകയില്ല എന്ന് പ്രസിദ്ധമാണ്. യഹൂദന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ലോകവീക്ഷണത്തിൽ അഭിമാനിക്കാൻ ഒന്നുമില്ലാതിരുന്ന കന്യക മറിയാമിന് കൃപ ലഭിച്ചു എന്നാണ് ഈ വേദഭാഗം പറയുന്നത്.
God selected people at the margins to enter into the world. അതിരുകളിൽ പ്രാഗൽഭ്യമോ പ്രസിദ്ധിയോ ഇല്ലാത്ത ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരിലൂടെയാണ് ദൈവം ലോകത്തിലേക്ക് പ്രവേശിച്ചത്. രാജകൊട്ടാരങ്ങളിലല്ല, അതിരുകളിൽ ജന്മമെടുക്കുന്ന യേശുവിനെയാണ് നാം കാണുന്നത്. കന്യക മറിയാമിൻ്റെ അടുക്കൽ വന്ന് ദൂതൻ പറയുന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കൃപയുടെ കവാടം സകലർക്കായും ദൈവം തുറക്കുന്നു എന്നതാണ്. മശിഹ തങ്ങളിൽ ഉരുവാകണമെന്ന ആഗ്രഹത്തോടെ നേർച്ച കാഴ്ചകളും ഉപവാസവും പ്രാർത്ഥനയുമായി അനേക പെൺകുട്ടികൾ രാജകൊട്ടാരത്തിലും പ്രഭു സദനങ്ങളിലും കാത്തിരിക്കുന്ന കാലഘട്ടത്തിലാണ് അഭിമാനിക്കാൻ ഒന്നുമില്ലാത്ത കന്യക മറിയാമിന് കൃപ ലഭിക്കുന്നത്. ദൈവം കൃപ ചൊരിയുന്നത് പ്രമുഖ സ്ഥാനം ഉള്ളവരിലോ പ്രമുഖ വ്യക്തികളിലോ അല്ല, അതിരുകളിൽ പാർക്കുന്നവരിൽ വിസ്മയം തീർക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഈ സംഭവം നമ്മോട് പറയുന്നു. നമ്മൾ പലപ്പോഴും ജീവിതത്തിൻ്റെ അതിരുകളിലാകാം. ഓർക്കുക, അവിടെ ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. 2, ദൈവിക ദർശനം കനൽ വഴികളിൽ ദൈവം കൂടെയുണ്ട് എന്ന് ഉറപ്പ് നൽകുന്നതാണ്. ദൈവിക ദർശനം കനൽ വഴികളിൽ ദൈവം കൂടെയുണ്ട് എന്ന് ഉറപ്പ് നൽകുന്നതാണ്. ഇരുളും വെളിച്ചവും മാറി മാറി പ്രതിഫലിക്കുന്നതാണ് ജീവിതമെന്ന് പറയുന്നത്. സുഖവും ദുഃഖവും ഇടകലർന്നതാണത്. എന്നാൽ വിസ്മയങ്ങൾ തീർക്കുന്ന നാഥൻ കൂടെയുള്ളപ്പോൾ ജീവിതം പൂത്തുലയും. ദൂതൻ്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഉദാത്തമായ ദർശനമാണ്. ലൂക്കോസിന് സുവിശേഷം 1:28 പറയുന്നു, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. 23-ാം സങ്കീർത്തനം വളരെ മനോഹരമായിട്ട് പറയുകയാണ്, കൂരിരുൾ താഴ്വയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. ദൈവം കൂടെയുണ്ടെങ്കിൽ ഭീതിക്ക് എന്ത് കാരണം? പരിശുദ്ധ കന്യക മറിയാമിൻ്റെ പ്രയാസപൂരിതമായ ജീവിത പശ്ചാത്തലത്തിൽ ദൈവ സാന്നിധ്യം യാഥാർത്ഥ്യമല്ലായിരുന്നുവെങ്കിൽ അവൾ ചരിത്രത്തിൽ വിസ്മരിക്കപ്പെടുമായിരുന്നു. ജീവിതത്തിൻ്റെ കനൽ വഴികളിൽ ദൈവ സാന്നിധ്യം കന്യക മറിയാമിനെ അചഞ്ചലയാക്കിയെന്ന് ഈ ഭാഗം നമ്മോട് പറയുന്നു. ദൈവം സ്വർഗത്തിൽ വസിക്കുകയല്ല, മനുഷ്യപുത്രൻ്റെ പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ അവൻ്റെ കൂടെ നിന്ന് അവനെ ശക്തീകരിച്ച് കർമ്മ നിരതനാക്കുന്നവനാണ് ദൈവം. മാറായെ മധുരമാക്കുന്ന ദൈവം, മരുഭൂമിയിൽ മന്ന വർഷിപ്പിക്കുന്ന ദൈവം, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണായും കൂടെയിരിക്കുന്ന ദൈവം, പാറയെ പിളർന്ന് വെള്ളം തരുന്ന ദൈവം, പ്രതിസന്ധികളിൽ കൂടെ നിൽക്കുന്ന ദൈവത്തെയാണ് തിരുവചനം പകർന്നു തരുന്നത്. മറിയ മുൻപിലേക്ക് നോക്കുമ്പോൾ കണ്ണുകളിൽ ഇരുട്ട് കയറുന്ന സാഹചര്യങ്ങളുണ്ട്. ഭാവി എന്തായിത്തീരുമെന്ന് യാതൊരു നിശ്ചയമില്ലാത്ത അനുഭവം. ദൂതൻ പറയുകയാണ്, കനൽ വഴികളിൽ കൈവിടാത്ത ദൈവം കൂടെയുണ്ട്. അതാണ് ബലഹീനനായ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ കരുതൽ എന്ന് പറയുന്നത്. 3, ദൈവിക ദർശനം തിരുഹിതത്തെ സ്വന്തം ഹിതമായി നെഞ്ചിലേറ്റുവാൻ ശക്തി പകരുന്നതാണ്. ദൈവിക ദർശനം തിരുഹിതത്തെ സ്വന്തം ഹിതമായി നെഞ്ചിലേറ്റുവാൻ ശക്തി പകരുന്നതാണ്. കന്യക മറിയാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 34-ാമത്തെ വാക്യം, ഇത് എങ്ങനെ സംഭവിക്കും? ഇസ് ഇറ്റ് പോസിബിൾ? ഇതുവരെ നടക്കാത്ത കാര്യം എങ്ങനെ നടക്കും? നടക്കാത്ത കാര്യങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കുവാൻ കഴിയണം. കന്യക മറിയാം പറയുകയാണ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ.
ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്തിനാണ് ആരാധനയിൽ ഇത്രയും ആമേൻ പറയുന്നത്? ആ പ്രയോഗത്തിൻ്റെ പ്രസക്തി എന്താണ്? ഓരോ ആമേൻ്റെയും പിന്നിലും ആവർത്തിക്കുന്ന ഒരു സന്ദേശം ഇതാണ്: ഞാൻ കർത്താവിൻ്റെ ദാസൻ, ദാസി, നിന്റെ ഹിതം പോലെ നടക്കട്ടെ, അപ്രകാരം തന്നെ നിറവേറട്ടെ. കന്യകമറിയാം എന്താണ് പറയുന്നത്? നിന്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം, നിന്റെ സ്വപ്നം എൻ്റെ സ്വപ്നം, നിന്റെ വാക്ക് എൻ്റെ വാക്ക്, നിന്റെ ഹിതം അത് തന്നെ നിറവേറട്ടെ. കന്യകമറിയം പറയുന്നു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. KP അപ്പൻ കന്യകമറിയാമിനെ കുറിച്ച് എഴുതിയ പുസ്തകത്തിൻ്റെ പേര് മധുരം നിന്റെ ജീവിതം എന്നാണ്. അദ്ദേഹം പറയുകയാണ്, ആ ജീവിതത്തിനൊരു മാധുര്യമുണ്ട്. എന്തുകൊണ്ടാണ് പരിശുദ്ധ കന്യകമറിയാമിൻ്റെ ജീവിതത്തിന് മാധുര്യമുണ്ടായത്? ദൈവ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുകയും അത് അനുഭവിച്ചറിയുകയും ചെയ്തു. കന്യകമറിയാമിൻ്റെ അധരങ്ങളിൽ നിന്ന് ഉതിർന്നു വീണ വചസ്സുകൾ എത്ര ശ്രേഷ്ഠകരമാണ്! മാരിവില്ലിൻ്റെ വർണ്ണാഭശോഭയുള്ള ഒരു സമർപ്പണമായിരുന്നു കന്യകമറിയാമിൻ്റെ സമർപ്പണം എന്ന് പറയുന്നത്. ആ സമർപ്പണമാണ് രക്ഷകനെ ഉദരത്തിൽ വഹിക്കുവാനുള്ള യോഗ്യതയായി മാറിയത്. പ്രിയരെ, നമ്മുടെ പരാജയം എവിടെയാണ്? സത്യം അറിയാത്തതല്ല, സത്യമറിയാം, എന്നാൽ അറിഞ്ഞ സത്യത്തിന് മുമ്പിൽ വിധേയമാകാത്തതാണ് നമ്മുടെ പരാജയം എന്ന് പറയുന്നത്. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തിരുഹിതത്തെ സ്വന്തം ഹിതം പോലെ ഏറ്റെടുക്കുന്ന ഒരു സമർപ്പണമാണ്. ദൈവേഷ്ടത്തിന് വിധേയരായി നമുക്ക് ജീവിക്കുവാൻ കഴിയുമോ? നിന്റെ ഹിതം പോലെ എന്നെ നിത്യം തീടേണമേ. പ്രിയമുള്ളവരെ, ഇതാകട്ടെ നമ്മിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥനകൾ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.